അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എം.ആർ. അജിത് കുമാറിന്റെ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടെയാണെന്നുള്ള രേഖ മീഡിയ വണ്ണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിജിലൻസിന് രേഖ കൈമാറിയത്. തീരുമാനത്തിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്ന് കത്തിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നതിനെ വിജിലൻസ് കോടതി ഉത്തരവിൽ ചോദ്യം ചെയ്തിരുന്നു. സിജോ വി ജോൺ ചേരുന്നു. സിജോ, ഈ രേഖകളിൽ നിന്ന് എന്താണ് വ്യക്തമാകുന്നത്? അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് തള്ളിയ പ്രത്യേക വിജിലൻസ് കോടതി ഒരു കാര്യം ഉത്തരവിൽ പ്രധാനമായും എടുത്ത് ചോദിച്ചിരുന്നു. അത് ഇതാണ്: ഈ റിപ്പോർട്ടിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. അതെങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് പറയുന്നതെന്നാണ് കോടതി ചോദിക്കുകയും ചെയ്തിരുന്നത്. ആ ഒരു കാര്യമാണ് നിലവിൽ സർക്കാർ ഈ കോടതിയെ സമീപിക്കാനൊക്കെ തീരുമാനിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തു വന്നില്ല. കോടതിയിൽ ഉത്തരവിൽ ആ ഒരു കാര്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ രേഖയാണ് ഇപ്പോൾ മീഡിയ വൺ പുറത്തുവിടുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഈ രേഖ കത്ത് നൽകിയിരിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തര വകുപ്പ്, അഡീഷണൽ ചീഫ് സെക്രട്ടറി പൊതുഭരണ വകുപ്പ് എന്നിവർക്കാണ് ഈ കത്ത് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൽ കാര്യം വ്യക്തമാണ്: ഈ റിപ്പോർട്ടുമേൽ മുഖ്യമന്ത്രിയുടെ അംഗീകാരം ഉണ്ട് എന്നുള്ള അത് സാധൂകരിക്കുന്ന ഒരു കൃത്യമായൊരു രേഖ, ഒരു കത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോയിട്ടുണ്ട്. അത് ഈ കാര്യം അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ കോടതിയെ ഈ നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നത്. ആ നിലപാടിനാണ് രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കോടതി ആ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയും തുടർന്ന് കോടതി തന്നെ നേരിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നത്. അന്ന് കോടതി ചോദിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി, നിലവിൽ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അത്തരത്തിലൊരു വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ ആ റിപ്പോർട്ടിന്മേൽ ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ അംഗീകാരത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുമെന്നാണ് ചോദിച്ചിരുന്നത്. വിജിലൻസിന്റെ നിലപാട് എന്ന് പറയുന്നത് കോടതി നിർദ്ദേശപ്രകാരമല്ല. സർക്കാർ, ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് അന്വേഷണത്തിന് നിശ്ചയിക്കുകയായിരുന്നു. അങ്ങനെ വിജിലൻസ് സമർപ്പിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഒരു അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വിജിലൻസിനാണ്. അത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ അംഗീകാരമുണ്ട് എന്നുള്ളതൊരു കാര്യമാണ്. അതേ നിലപാടാണ് സ്വീകരിച്ചത്. എന്തായാലും ഇതൊരു കോൺട്രവേഴ്സ്യൽ, ഒരു ഭരണപരമായ ഒരു പ്രശ്നമുണ്ട്. അത് ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യമാണ് സർക്കാരും അതോടൊപ്പം തന്നെ വിജിലൻസ് പ്രവർത്തനങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കോടതിയുടെ ഈ നിലപാടിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാർ വൃത്തങ്ങൾ ആലോചിക്കുകയും ചെയ്തിരുന്നത്.